ഈശോയിലെ ഏറ്റവും വാത്സല്യമുള്ള ബഹുമാനപ്പെട്ട സഹോദര വൈദികരെ, ബഹുമാന സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞ് ഇന്ന് നാം വലിയ ശനിയാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ദ ഗ്രേറ്റ് സാറ്റർഡേ. ഈ വലിയ ശനിയാഴ്ചയിലെ ഉത്ഥാന പെരുന്നാളിന്റെ കൊടിയേറ്റം നടക്കുന്ന ദിവസമാണ്. ഉത്ഥാനത്തിലേക്ക് തിരുസഭാ മാതാവ് കൂടുതൽ ഒരുക്കത്തോടെ പ്രവേശിക്കാൻ നമ്മളെ ക്ഷണിക്കുന്ന ദിനമാണിന്ന്. കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ സത്വാർത്ത ഈ ലോകത്തോട് അറിയിക്കാൻ ദൈവം തിരഞ്ഞെടുത്തത് സ്ത്രീകളെയാണ്. ആ സ്ത്രീകളുടെ പേരുകള് സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറിയം മഗ്ദലന, മറ്റേ മറിയം, ക്ലോഫസിന്റെ അമ്മ, പിന്നെ പേര് പറയാത്ത മറ്റൊരു സ്ത്രീ. ഇവരുടെ മനസ്സിലെ കല്ലറ തേടാനായിട്ട് കാരണമായത് ഒരു വികാരം മാത്രമാണ്. അവൻ മരിച്ചപ്പോഴ് സാപത്തായി, അതുകൊണ്ട് തിടുക്കത്തിൽ അടക്കപ്പെട്ടു. അവന്റെ ശവസംസ്കാര കർമ്മം യഹൂദ പാരമ്പര്യമനുസരിച്ച് യോഗ്യമായ വിധത്തിൽ നിർവഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല. കൊടുക്കേണ്ടത് കൊടുക്കാൻ കഴിയാത്ത പാവപ്പെട്ട സ്ത്രീകളുടെ മാനസിക വികാരമാണ് കല്ലറ തേടി പോകാൻ അവരെ പ്രേരിപ്പിച്ചത്. ഉത്ഥാന തിരുനാളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മെ നയിക്കേണ്ട ആദ്യത്തെ ചിന്ത അതാണ്. ഞാൻ കൊടുക്കേണ്ട വിധത്തിൽ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് തേടി വരുന്നവരാണ് ഉത്ഥാനം കണ്ടെത്തുന്നത്. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ നമ്മൾ സമ്യക്കായിട്ട് പരിശോധിക്കണം. നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് കഴിയാവുന്നിടത്തോളം കൊടുത്തിട്ടുണ്ടോ? നമുക്ക് ഇനിയും കൊടുക്കാൻ സാധിക്കുമെന്ന് പലപ്പോഴും മനസാക്ഷിയിൽ ഭാരം തോന്നിയിട്ടുണ്ടോ? ഉത്ഥാന പെരുന്നാള് കർത്താവിന്റെ ഉത്ഥാനം ആഘോഷിക്കാനുള്ള അവസരമാകണമെങ്കിൽ തേടിപ്പോകാനും കൊടുക്കേണ്ടത് കൊടുക്കേണ്ടിടത്തോളം കൊടുക്കാനുള്ള സന്മനസ്സാണ്. അവർക്കാണ് ഉത്ഥാന തിരുനാളിന്റെ രഹസ്യം തുറക്കാനുള്ള താക്കോല് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ദുഃഖവെള്ളി കഴിഞ്ഞു ഉയർപ്പ് ശനിയാഴ്ചയിലേക്ക് പ്രവേശിച്ചത് കൊണ്ട് ഉത്ഥാനം സമാഗതമാകണമെന്നില്ല. തേടിപ്പോകാനുള്ള ഹൃദയത്തിന്റെ വലിയ ആഗ്രഹം, കൊടുക്കേണ്ടത് അർഹിക്കുന്ന വിധത്തില് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്ന ദിവസം. ഉത്ഥാനത്തിന്റെ സന്തോഷം നോയിമ്പ് വീടുന്ന സന്തോഷമാണ്. അതിനേക്കാൾ കൂടുതൽ ഉദ്ധിതൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിന്റെ അടയാളമായിട്ട് മാറുന്നതാണ്. പാവപ്പെട്ട സ്ത്രീകളോട് കർത്താവ് ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, നിങ്ങൾ പോയി എല്ലാവരോടും പറയുക, ഞാൻ മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്തിരിക്കുന്നു. കർത്താവ് സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന ഏക ദൗത്യം ഇതാണ്.
പ്രതിസന്ധികളുണ്ട്, കാർമേഘങ്ങൾ ധാരാളമുണ്ട്, സങ്കടങ്ങളും സംഘർഷങ്ങളും ഒഴിഞ്ഞു പോകാത്ത വിധത്തിൽ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാം നടുവിലെ കല്ലുരുട്ടി മാറ്റുന്നവൻ നമ്മുടെ കൂടെ. ഈ കല്ല് ആരെ ഉരുട്ടി മാറ്റുമെന്ന ചോദ്യവുമായിട്ട് വന്ന സ്ത്രീകള് കണ്ടത് ഉരുട്ടി മാറ്റപ്പെട്ട കല്ലാണ്. ആരെ ഞങ്ങൾ സഹായിക്കുമെന്ന ചോദ്യത്തിന് കർത്താവ് കൊടുത്ത ഉത്തരം, ഞാൻ നിങ്ങളെ സഹായിക്കും. ഉരുട്ടി മാറ്റപ്പെട്ട കല്ലുകള് തുറക്കപ്പെട്ട കല്ലാണ്. കർത്താവിനെ തേടി വന്നതിലെ കർത്താവ് പേരെടുത്ത് വിളിക്കുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ, മറിയം. വിശുദ്ധ ബൈബിളിന്റെ ചരിത്ര താളുകളിൽ നിങ്ങൾ നോക്കിയാല് സ്വന്തം ശരീരം വിറ്റ് പണമുണ്ടാക്കിയ കുപ്രസിദ്ധിയായിട്ടൊരു സ്ത്രീയാണ്. അവളെയാണ് കർത്താവ് വിളിക്കുന്നത് മറിയം. അവളാണ് കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ വിജയക്കൊടി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ദൈവം നിയോഗിച്ചത്. ക്രിസ്തു ഈ ലോകത്തോട് പറഞ്ഞ സത്വാർത്തയുടെ പൊരുള് മാനസാന്തരവും പാപമോചനവുമാണ്. നീ എത്ര വലിയ പാപിയാണെങ്കിലും നിന്റെ ജീവിതത്തിന്റെ പഴയ താളുകള് കീറിക്കളഞ്ഞ് നിന്നെ പുതുക്കാൻ വന്നവനാണ് ഞാൻ. ഉത്ഥാനം നൽകുന്ന ഏറ്റവും വലിയ സന്തോഷം അതാണ്. പഴയത് എടുത്തു മാറ്റി നമ്മെ പുതുമയുള്ളവരാക്കി മാറ്റുക. ഉത്ഥാനത്തിന്റെ സന്തോഷം ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ കൃപ സമാധാനത്തിന്റെ കൃപയാണ്. സന്തോഷം എന്ന് പറയുന്നത് മനസ്സനുഭവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിലുള്ള ആഹ്ലാദമാണ്. ഇന്ന് ഞാനും നിങ്ങളും ഒക്കെ നോയിമ്പ് വീടാനുള്ള സന്തോഷത്തിലാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നോമ്പ് വീടുന്നത് സന്തോഷം പ്രകടിപ്പിക്കാൻ നമ്മളെ സഹായിക്കുമെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ അത് നോമ്പ് നൽകുന്ന, ഉത്ഥാനം നൽകുന്ന സമാധാനത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നതാണെങ്കിൽ അത് അപകടമാണ്. നോമ്പ് എടുത്ത് 50 ദിവസം കുരിശിന്റെ പിന്നാലെ നടന്നവൻ വിട്ടുപോകുന്നവനാകരുത്. വിട്ടുപോയവരുണ്ട്. കർത്താവിനെ പിടിച്ചപ്പോഴും, കർത്താവിനെ അടിച്ചപ്പോഴും, കർത്താവിന്റെ കഥ കഴിഞ്ഞുവെന്ന് അറിഞ്ഞപ്പോഴും വിട്ടുപോയവരുണ്ട്. പക്ഷേ വിട്ടുപോകാത്തവർക്കാണ് ഉത്ഥാനത്തിന്റെ സന്തോഷം. സഹനങ്ങള്, സങ്കടങ്ങള്, സംഘർഷങ്ങൾ, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. ജീവിതത്തിന്റെ ഭാഗമാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന കർത്താവ് തന്നെ പറഞ്ഞത് ഒരു സ്ത്രീയുടെ പ്രസവ വേദനയാണ്. അതിനേക്കാൾ വലിയൊരു വേദനയില്ല. കർത്താവിന്റെ പറുദീസ തോട്ടത്തിൽ കർത്താവ് നടത്തിയ സൃഷ്ടികർമ്മത്തിലെ തന്റെ ഉദരം പറുദീസയ്ക്ക് പകരമായിട്ട് വിട്ടുകൊടുക്കുന്ന ഒരു സ്ത്രീ കുഞ്ഞിനെ പ്രസവിക്കാൻ നടത്തുന്ന ഒരു പാടുപീടയുണ്ട്. ആ പാടുപീടയുടെ സന്തോഷം കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോഴാണ്. കുഞ്ഞ് ആദ്യമായിട്ട് ലോകത്തിലേക്ക് വരുന്നത് അറിയിക്കുന്നത് കരഞ്ഞുകൊണ്ടാണ്. കരച്ചിൽ കർത്താവിന്റെ സഹനത്തിലുള്ള നമ്മുടെ കൂട്ടുപങ്കാളിത്തമാണ്. ഇന്ന് ലോകം നടത്തുന്ന ഏറ്റവും വലിയ പുതുമ എന്താണ്? കഷ്ടപ്പാടില്ലാതെ എല്ലാം സന്തോഷമാക്കാനുള്ള തന്ത്രങ്ങളാണ്. അത് തന്നെയാണ് കർത്താവിനെ പിശാച് കൊടുത്ത പ്രലോഭനവും. ഇതെല്ലാം നീ വിചാരിച്ചാല് നിനക്ക് അനുകൂലമാക്കി മാറ്റാം. നീ കല്ലുകളെ അപ്പമാക്കുക.
നീ എല്ലാ പ്രതിസന്ധികളെയും നിനക്ക് അനുകൂലമാക്കുക. നീ എന്തിനാണ് പേടിക്കുന്നത്? നീ ദൈവത്തിന്റെ പുത്രനാണെന്ന് ആളുകൾ വിശ്വസിക്കാൻ നീ സങ്കടങ്ങളെ മാറ്റി നിർത്തുക, സംഘർഷങ്ങളെ മാറ്റി നിർത്തുക. സങ്കടങ്ങളും സംഘർഷങ്ങളും ഇല്ലാത്ത ഒരു ലോകത്തെ കാത്തിരിക്കുന്നവരാണ് ക്രൈസ്തവരെന്ന് ധരിക്കരുത്. ഒരിക്കലുമല്ല. സംഘർഷങ്ങളും സങ്കടങ്ങളും വേദനകളും മരണങ്ങളും ഇതെല്ലാം തന്നെ ഉത്ഥാനത്തിന്റെ കാഹളമായിട്ട് മനസ്സിലാക്കാൻ ഇന്ന് നമ്മെ ദൈവം വിളിക്കുന്നു. ഈ ദുഃഖശനിയാഴ്ച അല്ലെങ്കിൽ വലിയ ശനിയാഴ്ച ഏറ്റവും വലിയ പ്രത്യേകത എല്ലാം പുതുക്കപ്പെടുകയാണ്. ഇവിടെ വെള്ളം ആശീർവദിക്കാൻ വെച്ചിരിക്കുന്നു, പുതുവെള്ളമാണ്. ഇവിടെ തിരികൾ വെച്ചിരിക്കുന്നു, അത് പുതിയ തിരികളാണ്. പുതുവസ്ത്രങ്ങളും പുതിയ തിരികളും. മാമോദീസ ഉത്ഥാന പെരുന്നാളിന്റെ വലിയ ആഘോഷമാണ്. അതുകൊണ്ടാണ് മാമോദീസ പെരുന്നാളിന്റെ മാമോദീസ കൊടുക്കുന്ന ദിവസം കുഞ്ഞിനെ മാമോദീസ കൊടുത്തിട്ട് നിന്റെ പഴയ വസ്ത്രം മാറ്റി നീ പുതിയത് അണിയുക എന്ന് പറയുന്നത് ഉത്ഥാനത്തിലേക്കുള്ള പങ്കാളിത്തമാണ്. കത്തിച്ച തിരി അവന്റെ കൈകളിൽ കൊടുത്തിട്ട് പറയുന്നത് മനോഹരമാണ്, നീ ലോകത്തിന്റെ പ്രകാശമാക്കുക. മറിയം, നീ പോയി എല്ലാവരോടും അറിയിക്കുക, ഞാൻ ഉയർത്തിരിക്കുന്നു. ഒരു ക്രൈസ്തവൻ ഈ ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ കർത്താവ് ഉയർത്തു എന്നുള്ള സന്തോഷമാണ്. ഈ സന്തോഷം കൈമാറുമ്പോൾ എൻ്റെ മനസ്സിൽ അനുഭവപ്പെടുന്ന ആനന്ദത്തിനെ വിളിക്കുന്ന പേരാണ് സമാധാനം. ലോട്ടറി അടിക്കുമ്പോൾ, എൻ്റെ കയ്യിൽ പണം വന്ന് ചേരുമ്പോൾ, എളുപ്പത്തിലെ എല്ലാം അനുകൂലമാകുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആനന്ദമല്ല. അതുകൊണ്ടാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം ബൈബിള് വിശദീകരിക്കുന്ന ഒരു സ്ത്രീയുടെ പ്രസവ വേദനയാണ്. ഒരു സ്ത്രീയുടെ പ്രസവ വേദന. നിങ്ങളുടെ മക്കളെ വളർത്താൻ, നിങ്ങളുടെ കുടുംബം പോറ്റാൻ, നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലെ ഒരു നല്ല ക്രൈസ്തവനായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്ന കുരിശുമരണങ്ങളുണ്ട്. ആ കുരിശുമരണങ്ങളുടെ ഒക്കെ നടുവിലെ കർത്താവിന്റെ ഉത്ഥാനപ്പെടുന്നതാണ്. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, ഒരു ആധാരം രജിസ്റ്റർ ചെയ്യാനായിട്ട് തൃശ്ശൂരിലെ പിതാവിനെ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോകാതിരിക്കാൻ ഞങ്ങൾ രജിസ്ട്രാറെ അവിടെ പോയി പണം കെടുത്ത് എല്ലാം ശരിപ്പെടുത്തി കൊണ്ടുവന്നു. നമ്മൾ ഹൈന്ദവനായിരുന്നു. എല്ലാം ശരിപ്പെടുത്തി പോകുന്ന സമയത്ത് മുട്ടുകുത്തി പിതാവിന്റെ ആശീർവാദം മേടിച്ചു പറഞ്ഞു, തിരുമേനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. താഴോട്ട് ഇറങ്ങുമ്പോൾ പ്രൊക്രേറ്റർ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായി, നമ്മൾ അവിടെ എല്ലാം കെട്ടിയിട്ടാ കൊണ്ടുവന്നത്, എന്നാലും ഒരു കവറ് കൊടുത്തേക്ക്. ആ കവറ് കണ്ടപ്പോഴവൻ പറഞ്ഞു, ഞാൻ മാമോദീസ സ്വീകരിച്ച ക്രിസ്ത്യാനി ആയിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ ക്രിസ്തു പറഞ്ഞതുപോലെ ജീവിക്കുന്നവനാണ്. എന്നെ കൊണ്ടുവരാനുള്ള പണം നിങ്ങൾ അവിടെ കെട്ടിയതാണ്, എന്നെ കൊണ്ടുവരാൻ നിങ്ങൾ വണ്ടി അയച്ചു, ഇനി നിങ്ങൾ എനിക്ക് കവർ തരുന്നത് ഞാൻ സ്വീകരിക്കില്ല. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, കാൾറാണോട് പറയുന്ന പോലെ അനോണിമസ് ക്രിസ്ത്യൻ, മാമോദീസ മുങ്ങാത്ത ഒരു ക്രിസ്ത്യാനി. ഞാനും നിങ്ങൾ പരിശോധിക്കേണ്ട ഒരു മേഖലയാണ്. സമാധാനം ഞാൻ അനുഭവിക്കണമെങ്കിൽ എനിക്ക് അനുകൂലമായിട്ട് തീരാവുന്ന പലതും വേണ്ടെന്ന് വെക്കാൻ ഞാൻ ചില സുവിശേഷ മൂല്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എനിക്ക് ആവശ്യത്തിന് തമ്പുരാൻ തന്നിട്ടുണ്ട്, എനിക്ക് അർഹിക്കുന്നതിൽ കൂടുതൽ തമ്പുരാൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം വളരെ സുഖകരമാക്കാൻ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരുപാട് സാധ്യതകള് വേണ്ടെന്ന് വെക്കാൻ നമ്മൾ കാണിക്കുന്ന ഒരു ചുരുക്കെഴുത്തുണ്ട്. നമുക്ക് സാധിക്കാവുന്ന പലതും നമ്മൾ വേണ്ടെന്ന് വെക്കാൻ ചിലപ്പോൾ സൗകര്യങ്ങളുടെ
പട്ടികയുടെ അളവ് വെച്ച് പറയാറുണ്ട്. ഞാൻ എന്തിനെ സൂചിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. ചിലപ്പോഴ് നമ്മുടെ സമൂഹം ചുരുങ്ങിക്കൊണ്ടിരിക്കുക. മക്കളോട് നമുക്ക് ഉള്ള പഴയ താല്പര്യം ഈ കാലഘട്ടത്തില് വേണ്ടെന്ന് വെക്കുന്നിടത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാനുഷിക പ്രായോഗിക ബുദ്ധിയുണ്ട്. അതിൻ്റെയൊക്കെ അപകടങ്ങള് നമ്മൾ മനസ്സിലാക്കുന്ന നല്ലതാണ്. അബ്രഹാമിനെ വിളിച്ച് ദൈവം ആശീർവദിച്ചപ്പോ അബ്രഹാമിനോട് എന്താ പറഞ്ഞത്? ഞാൻ നിനക്ക് വാക്ക് തരുന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഞാൻ നിനക്ക് മക്കളെ തരും, ഭൂമിയിലെ മണൽത്തിരി പോലെ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. ഉത്ഥാന തിരുനാള് സമാധാനത്തിലേക്കുള്ള വിളിയാണ്. പക്ഷെ സമാധാനം യാന്ത്രികമായിട്ട് ഉണ്ടാക്കുന്ന ഒന്നല്ല. എന്റെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ ദൈവം എന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ പാടുപീഡകളിലൂടെ കടന്നു പോകുന്ന മരണവക്രത്തിലാകുന്ന സന്ദർഭത്തില് ഞാൻ അനുഭവിക്കുന്ന മനസ്സിന്റെ സ്വസ്ഥതയാണ്. അതുകൊണ്ട് ഉത്ഥാന തിരുനാളിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോഴും നമുക്ക് നമ്മളെ തന്നെ പുതുക്കാം. നമ്മൾ പുതുവസ്ത്രങ്ങൾ അണിയണം. നമ്മള് പുതുമയുടെ വെളിച്ചം ഈ ലോകത്തിൽ വെക്കണം. നീ പീഠത്തിൽ വെച്ച വിളക്ക് പോലെ, നീ മലയിൽ നാട്ടിയ ദീപം പോലെ നീ ആയിരിക്കണം. കല്ലറ തേടി വന്ന സ്ത്രീകളെ കർത്താവ് പേര് ചൊല്ലി വിളിക്കുന്നത് ഉത്ഥാന പെരുന്നാള് ഒരു പൊതു ആഘോഷമല്ല. നമ്മൾ പലപ്പോഴും ഉത്ഥാന പെരുന്നാളിനെ കാണുന്ന അത്തരത്തിലാണ്. ഉത്ഥാന പെരുന്നാള് കോമൺ സെലിബ്രേഷൻ അല്ല. ഉത്ഥാന പെരുന്നാൾ കർത്താവ് പേര് ചൊല്ലി വിളിക്കുന്നത്. മറിയത്തെ വിളിച്ചതുപോലെ കർത്താവ് എന്നെ വിളിക്കുന്നു. മറിയം, നീ ചെന്ന് എല്ലാവരോടും പറയുക, ഞാൻ ഉത്ഥാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സഭാപിതാക്കന്മാര് പറയുന്നത് സത്യമാണ്. ചിറകുകൾ വെച്ച മാലാഖമാരാണ് ക്രിസ്ത്യാനി. ചിറകുകളുള്ള മാലാഖമാർ. നമ്മളായിരിക്കുന്ന ഇടത്തൊക്കെ കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ സന്തോഷം നമുക്ക് പറയാൻ കഴിയും. ഒരു മരണക്കിടക്കിലെ ഒരു യുവാവിന്റെ കൂട്ടത്തിൽ നിൽക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. മിഷനിലായിരുന്നപ്പോഴാണ്. ക്യാൻസർ പിടിച്ചവൻ മരിക്കുകയാണ്. എന്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഞങ്ങളെല്ലാം പൊട്ടിക്കരഞ്ഞപ്പോ അവൻ എന്റെ കരം പിടിച്ചിട്ട് പറഞ്ഞു, പിതാവ് കരയരുത്, അവളെ കരയാൻ അനുവദിക്കരുത്. ഞാൻ കടന്നു പോകുന്നത് ഉത്ഥാനത്തിന്റെ കവാടത്തിലേക്കാണ്. എത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെല്ലാം ഷോർട്ട് കട്ടുകൾ അന്വേഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. വേദനയില്ലാതെ, സഹനമില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ എല്ലാം അനുകൂലമാകാൻ എനിക്ക് കഴിഞ്ഞാൽ ഞാൻ ഭാഗ്യമുള്ളവനാണ്. കരയുന്നവരെ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ കർത്താവിന്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ ഉത്ഥാന തിരുനാളിലേക്ക് ഒരുങ്ങാൻ വലിയ ആഴ്ച നമ്മൾ പോകുമ്പോൾ നമ്മുടെ മുൻപിലെ ഒരു ചോദ്യമുണ്ട്. ഈ കല്ലാരാണ് ഉരുട്ടി മാറ്റുക? അവർ കണ്ടത് ഉരുട്ടി മാറ്റപ്പെട്ട കല്ലും തുറന്ന കല്ലറയുമാണ്. കർത്താവ് എത്ര മനോഹരമായിട്ട് വിളിച്ചത് മറിയം. കർത്താവ് എത്ര കൃത്യതയോടുകൂടി അവളോട് പറഞ്ഞത്, ഞാൻ മരിച്ചുകൊണ്ട് ഉയർത്തു എന്ന് നീ എല്ലാവരോടും ഇത് പറയുകയാണ് നമ്മുടെ ക്രൈസ്തവ വിളിയുടെ സാക്ഷ്യം. ഇത് മറ്റുള്ളവരെ അറിയിക്കാൻ കർത്താവിന്റെ കൈകളിൽ നമുക്ക് ഉപകരണമാകണം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മുൻകൂട്ടി തന്നെ ഉയർപ്പ് തിരുനാളിന്റെ നന്മകളും സന്തോഷവും സമാധാനവും ആശംസിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.